അഡ്വക്കേറ്റ് അജയകുമാർ, ഇതിപ്പോൾ കെ സുനിൽകുമാർ പറഞ്ഞു തുടങ്ങിയത് നിയമപരമായി തന്നെ ഈ DCP പ്രവർത്തിച്ചത് തെറ്റാണ് എന്നാണല്ലോ. എങ്ങനെയൊക്കെ ഈ DCP പ്രവർത്തിച്ചു, ഏതൊക്കെ ചട്ടങ്ങൾ ലംഘിച്ചു എന്നാണ് അദ്ദേഹം അക്കമിട്ട് നിരത്തുന്നത്. പക്ഷേ ഇതിപ്പോൾ ഒരു തരത്തിലുള്ള ചട്ടലംഘനവും ഉണ്ടായിട്ടില്ല എന്ന് ADGP പറയുന്നു, DGP പറയുന്നു. രണ്ടുപേരും റിപ്പോർട്ട് നൽകുകയുണ്ടായി. ഒരു നടപടിക്കും ശുപാർശ ചെയ്യാതെയാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവ് തന്നെ രമൺ ശ്രീവാസ്തവ തന്നെ അങ്ങനെ ഒരു ഉപദേശം കൊടുത്തു. അതായത് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നത് അബദ്ധമാകും എന്നുള്ള നിയമോപദേശം കൊടുത്തു എന്നാണ് അറിവ്. പക്ഷെ പാർട്ടിക്ക് നടപടിയെടുത്തേ തീരൂ എന്ന നിലപാടാണ്. ആദ്യമായിട്ട് ശ്രീ ബഹുമാന്യനായ കെ സുനിൽകുമാറിനോട് എനിക്ക് പറയാനുള്ളത് 165 അല്ല ഈ സന്ദർഭത്തിൽ പ്രായോഗികമായി ആപ്ലിക്കബിളാകുന്ന സെക്ഷൻ 47 ഓഫ് ദ CRPC ആണ്. അവിടെയാണ് ഒരാളെ അറസ്റ്റ് ചെയ്ത് ക്ലോസ്ഡ് പ്രിമിസസിൽ പോകുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ജനറൽ സെർച്ചിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായി എന്തെങ്കിലും അവിടെ സാധനം കണ്ടെടുക്കുമ്പോഴാണ് 165 വരിക. ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. ജനറൽ പ്രൊവിഷൻസ് ഓഫ് സെർച്ച് 100 ഇതിന് രണ്ടിനും ഒരേപോലെ ആപ്ലിക്കബിളാണ്. 47 പ്രകാരം അവിടെ ഒരു പ്രതിയെ ഉണ്ട് എന്ന് പറഞ്ഞ് സെർച്ചിന് തയ്യാറാകുന്ന ഉദ്യോഗസ്ഥയ്ക്ക് യാതൊരു തടസ്സങ്ങളും കൂടാതെ അവിടെ സെർച്ച് ചെയ്യുവാനുള്ള നടപടികൾ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് ആ ക്ലോസ്ഡ് പ്രിമിസസ് കൈവശക്കാരനോ അവിടെ തൽക്കാലം അതിൻ്റെ ചുമതലയുള്ള ആളിനോ ബാധ്യതയുള്ള കാര്യമാണെന്ന് നിയമം പറയുന്നു. അങ്ങനെയെങ്കിൽ ഈ ഡിസ്ട്രിക്ട് കമ്മിറ്റി ഓഫീസിൽ അന്ന് ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ അവരെ എന്തെങ്കിലും അവിടെ ആർക്കെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് തുറന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നിയമപരമായി 47 അനുസരിച്ച് ബാധ്യസ്ഥനാണ് CRPC. അപ്പോൾ 2006 പ്രകാശ് സിംഗിൻ്റെ കേസിൽ നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത് ഇന്ത്യയിലെ പോലീസ് ഫോഴ്സിൻ്റെ വിധേയത്വം ഭരണാധികാരികൾക്കല്ല, അത് റൂൾ ഓഫ് ലോയ്ക്കാണ്, അതായത് നിയമവ്യവസ്ഥയോടാണ് അവരുടെ വിധേയത്വമെന്നാണ്. അതനുസരിച്ച് തന്നെ ഇവിടെ പല പ്രാവശ്യം പല കമ്മീഷനുകളെ പോലീസിൻ്റെ ഉദ്ധാരണത്തിനും റിഫർമേഷനും ഒക്കെ വേണ്ടി വച്ചിട്ട് അതിൻ്റെ ഒന്നും നടപടികൾ പൂർത്തിയാക്കാത്തത് കൊണ്ട് അതിന് താൽക്കാലികമായി കുറേ ഗൈഡ് ലൈൻസ് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഗൈഡ് ലൈൻസിൻ്റെ ഭാഗമാണ് UPSC സെലക്ട് ചെയ്യുന്ന പാനലിൽ നിന്ന് പോലീസ് ഹെഡ് വരണമെന്ന് വരെ ഉള്ള വ്യവസ്ഥ. അത് ഇപ്പോൾ നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ളവർ അതിനെതിരായി വീണ്ടും ഹർജി കൊടുത്തു. അത് ഈ അടുത്ത കാലത്ത് വീണ്ടും തള്ളുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ പോലീസിൻ്റെ വിധേയത്വം രാഷ്ട്രീയ പാർട്ടികൾക്ക് അടിമപ്പെട്ടാൽ ആ രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കാത്ത സാധാരണ ജനങ്ങൾക്ക് എന്ത് നീതിയാണ് പോലീസിൽ നിന്ന് ലഭിക്കുക? നിർഭയമായി നിയമപരമായ നടപടികൾ എടുക്കുവാൻ ഏത് പോലീസ് ഉദ്യോഗസ്ഥനും ഇന്ത്യയിൽ അവകാശമുണ്ട്. അതിന് നിയമപരമായ പരിരക്ഷ അവർക്ക് കിട്ടുന്നുമുണ്ട്. അതുകൊണ്ടാണ് ഈ രണ്ട് ആളുകളും ഇതിന് ഈ അവരെക്കാൾ പരിചയമുള്ള ഉയർന്ന ഉദ്യോഗസ്ഥർ അവർക്കെതിരെ റിപ്പോർട്ട് കൊടുക്കാൻ മടിക്കുന്നത്, അവർക്ക് എതിരെ നടപടികൾ ശുപാർശ ചെയ്യാതിരുന്നതുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി നിയമപരമായി എന്ത് പാളിച്ച, അതായത് ഇല്ലീഗൽ സെർച്ച് അവിടെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ആ ഉദ്യോഗസ്ഥയ്ക്കെതിരെ നിയമപരമായ നടപടികൾ എടുക്കുവാനും നമ്മുടെ CRPC അധികാരം നൽകുന്നുണ്ട്. അതിന് ഏതെങ്കിലും രീതിയിൽ ദോഷം സംഭവിച്ചു എന്ന് പറയുന്നവർ. പിന്നെ ഇവിടെ നടക്കുന്നത് ഇതൊന്നുമല്ല. അവർ പുതിയൊരു ഓഫീസറാണ്. അവർ ഇങ്ങനെ രാഷ്ട്രീയ നേതൃത്വത്തെ വകവയ്ക്കാതെ നിയമപരമായ കാര്യങ്ങളുമായി മുന്നോട്ട് പോയാൽ ഇനി ഭാവിയിൽ ഈ ഉദ്യോഗസ്ഥ ആ രാഷ്ട്രീയ ശക്തികൾക്ക് ഒരു വിനയായി മാറും. അതുകൊണ്ട് ഒന്ന് ചവിട്ടി കൂട്ടി മയപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതിനേക്കാൾ വീര്യം കാണിച്ചിട്ടുള്ള പഴയ പല ഉദ്യോഗസ്ഥരുമായും അടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ എനിക്കറിയാം. അവരനുഭവിച്ചിട്ടുള്ള പീഡനങ്ങളും മറ്റുമെല്ലാം. അവരെല്ലാവരും തന്നെ ആ പല പീഡനങ്ങൾക്ക് ശേഷം ഞാനെന്തിനിതിന് വിലങ്ങുതടിയാകണം, എനിക്കെന്ത് കാര്യം എന്നുള്ള രീതിയിൽ വിനീത വിധേയരായി അരിവാൾ രോഗം ബാധിച്ചവരെ പോലെ അരയ്ക്ക് കെട്ടി സുഖമായി രാഷ്ട്രീയക്കാരന് ഒളിസേവ ചെയ്യുന്നുണ്ട്. അത് ഈ കേരളത്തിൻ്റെ നഗ്നമായ ഒരു സത്യമാണ്. അങ്ങനെ കിടക്കുന്നത് കൊണ്ടാണ് അത്തരം ആളുകൾക്ക് ഏത് മുന്നണി വന്നാലും വേണ്ടപ്പെട്ട സ്ഥാനവും വേണ്ടപ്പെട്ട അധികാരങ്ങളും
ആവശ്യാനുസരണം രാഷ്ട്രീയ കക്ഷികൾ ചെയ്യുന്നത്. ഇതിൽ എ എന്നോ ബി എന്നോ വലതെന്നോ ഇടതെന്നോ ഒരു വ്യത്യാസം നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങൾ നോക്കിയാൽ കാണില്ല. ഒരു സ്ഥലവും ഈ ഏത് പാർട്ടി ഓഫീസായിരുന്നാലും അവിടെ ഒരു കുറ്റവാളി ഉണ്ടെന്നോ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട ഒരു സാധനം അവിടെ ഒളിച്ചു വച്ചിട്ടുണ്ടെന്നോ ആയുധങ്ങളുണ്ടെന്നോ ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ സെർച്ച് ചെയ്യുന്നതിനോ അവിടെ ഒളിച്ചിരിക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതിനോ നമ്മുടെ നിയമവ്യവസ്ഥയിൽ യാതൊരുവിധ തടസ്സങ്ങളുമില്ല. ഇത് നിയമത്തിൻ്റെ മുന്നിൽ നിയമത്തിന് മുകളിൽ ആരും പറക്കാതിരിക്കട്ടെ, അതാണ് എല്ലാവർക്കും നല്ലത്.